അബുവിന് സ്കൂൾ തുറക്കുന്നത്. സമയം 10 മണി. ഞാനും മിക്കായും കൂടെ നാളെ അവനിടയിൽ സ്ലിപ്പർ തപ്പി നടക്കുവാണ്. ക്ലാസ് റൂമിലത്തേക്ക് സ്ലിപ്പർ കൊടുക്കണമെന്ന് ടീച്ചർ പറഞ്ഞു. സിൽപ്പർ അല്ല സ്ലിപ്പർ എന്നൊക്കെ പ്രത്യേകം പറയാൻ പറഞ്ഞു. അപ്പൊ സ്ലിപ്പർ തിരക്കി നമ്മൾ ഇപ്പോൾ കഴക്കൂട്ടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സ്ലിപ്പർ കിട്ടിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ബൈ. നാളെ അബുഡ് സ്കൂളിൽ പോവല്ലേ? ഉമ്മന്ന് ഉറക്കം പോള്. അവന്റെ ഫസ്റ്റ് ഡേ അല്ലേ? അനക്ക് എന്താ ഫീൽ ചെയ്യണെന്ന് പറ. എനിക്ക് ഫീൽ ചെയ്യണത് അനക്ക് ഫീൽ ചെയ്യണത് സെയിം ആണോന്ന് അറിയാൻ വേണ്ടിട്ടാണ്. പറ. എന്നാലും നമ്മുടെ വളർന്ന് വലുതായി സ്കൂളിൽ പോകാറായി. പിന്നെ എന്നാലും അവൻ ഇങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ട് എങ്ങനെയായിരിക്കും, അവന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, പുതിയ ഫ്രണ്ട്സ്, പുതിയ സറൗണ്ടിങ്സ്. നമ്മളിത് കഴിഞ്ഞിട്ടല്ലേ വന്നത്. അങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്യില്ല. എന്താണ് അമ്മമാരെല്ലാം ഇങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്തോ ബാക്കിയുള്ള അച്ഛന്മാരെ കാര്യം എനിക്കറിയാം. എനിക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പിന്നെ എന്തായിട്ടാണ് തോന്നുന്നത് താങ്കൾക്ക്? ഇത് എല്ലാരും ചെയ്യണല്ലേ. എന്നാലും നമ്മളെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ ജനിച്ച് കുറച്ച് ദിവസം നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കുന്നു, സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി കോളേജിലാവുന്നു, കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി എവിടെയും ജോലി ചെയ്യുന്നു, വീണ്ടും കുടുംബം ഉണ്ടാക്കുന്നു, പിന്നെ ഇതല്ലാണ്ട് ഇത് നമ്മളെ സിസ്റ്റം എങ്ങനെ ആയിപ്പോയി. അങ്ങനെയല്ല, നമ്മുടെ ഇത്രയും നാളെ നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ട് അവൻ ഇങ്ങനെ സെൽഫായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. അവന്റേതായിട്ടുള്ളൊരു ഇത്രയും നാളെ നമ്മുടെ ഒരു സറൗണ്ടിങ്സിനകത്ത് നമ്മുടെ ലോകം വരുന്ന അവന്റെ ലോകം. ഇനി അവൻ വേറെ അവന്റേതായിട്ടുള്ള ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, ഇനി അവന്റെ കഥകള്. ഇത്രയും നാളെ നമ്മുടെ കഥകളായിരുന്നു, ഇനി അവന്റെ കഥകൾ കേൾക്കണം. രസമൊക്കെയാണ്, പക്ഷെ എനിക്കത് അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റണില്ല. 3.4 ആകുമ്പോഴത്തേനും 3.5 വയസ്സൊക്കെ മക്കള് വലുതാവൂ. എനിക്ക് പറഞ്ഞൂടാ ഞാൻ വലുതായ. എന്റെ 3.5 വയസ്സായപ്പോ എന്നാലും നമുക്ക് ഇവിടെ കിട്ടിയാ മതിയായിരുന്നു. അത് 10-10:30 ആയതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് ഈ ഒരു ഷോപ്പും കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നെ അടയ്ക്കാൻ. ദൈവത്തിനെ വിളിച്ചങ്ങ് കയറിയ ഭാഗ്യത്തിന് സ്ലിപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച മോഡൽ ഇതല്ലെങ്കിലും ലാസ്റ്റ് നിമിഷം കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. സോ അതും വാങ്ങിക്കൊണ്ട് നമ്മൾ നേരെ ചായ കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. ചായ കുടിക്കാനായിട്ട് നമ്മൾ സ്ഥിരം പോകുന്ന സ്പോട്ട് ഇതാട്ടോ, കഴക്കൂട്ടം ജംഗ്ഷനിൽ തന്നെയുള്ള ഹോട്ടൻകൂളിലാണേ. ഞാൻ എപ്പോൾ പോയാലും ഇവിടെ നിന്ന് കടികൾ മാത്രമേ കഴിക്കാറുള്ളൂ. ഞാനങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ ഒരു ചായ ഫാനല്ല. സോ ഞാൻ ഇതുവരെ ഈ ഒരു പക്കോട കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ നിന്ന്. സോ അതും വാങ്ങി കഴിച്ച് നോക്കി. നല്ല തണുത്ത ക്രിസ്പി ആയിട്ടുള്ളൊരു പക്കോട ആയിരുന്നേ. അതും വാങ്ങി കഴിച്ചിട്ട് നമ്മൾ നേരെ സ്ലിപ്പറും കൊണ്ട് വീട്ടിൽ പോയി.